കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂർ ചേലാമറ്റത്ത് ചെയർമാൻ കസേര കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കമ്പനി ഉടമകൾ ആരോപിക്കുന്നത്. ഇതര സംസ്ഥാനക്കാരായ 2 തൊഴിലാളികൾ മനഃപൂർവ്വം തീവച്ചതാണെന്ന് ഉടമകൾ പറയുന്നു. കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും പെരുമ്പാവൂർ പോലീസ് വേണ്ടത്ര ഗൗരവത്തോടെ കേസ് അന്വേഷിക്കുന്നില്ലെന്നും സ്ഥാപന ഉടമകൾ ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തു. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ 2 പേരത് കത്തിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മൾ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പോലീസ് വന്ന് അന്വേഷിച്ച് അവരെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുകയും വൈകിട്ടത്തോടുകൂടി അവരെ തിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് അവരെ തിരിച്ചുവിട്ടത് എന്നറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ ACPക്ക് ഒരു പരാതി കൊടുത്തേക്കാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏപ്രിൽ 9-നുണ്ടായ തീപിടുത്തത്തിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന പുതിയ കസേരകളും 3 വാഹനങ്ങളും അഗ്നിക്കിരയായി. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് തീയണച്ചത്. 3 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് ഉടമകൾ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് നൽകിയതായി ഇവർ പറയുന്നു. 15-ാം തീയതി കമ്പനിയിലെത്തിയ പോലീസ് CCTV ദൃശ്യങ്ങളിൽ കണ്ട 2 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും രാത്രിയിൽ ഇവരെ കമ്പനി പരിസരത്ത് തിരികെ കൊണ്ടുവിട്ടുവെന്ന് ഉടമകൾ പറയുന്നു. ഏപ്രിൽ 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് കമ്പനിയിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയത്. ഇത്രയും പണം ഓരോരുത്തരുടെയും കൈവശം ബാഗുകളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. തീപിടുത്തമുണ്ടാകുമ്പോഴത്തെ തിക്കിനും തിരക്കിനുമിടയിൽ തീയണയ്ക്കാൻ ഓരോരുത്തരും പോകുന്ന സമയം നോക്കി പണം അപഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനിക്ക് തീയിട്ടത് എന്നാണ് ഉടമകളുടെ സംശയം. അതേസമയം സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പെരുമ്പാവൂർ പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.